ദമയന്തിയെ പിടിച്ചിട്ട് ഉദ്യാനത്തിലേക്ക് പോവല്ലേ ചോദിച്ചതാ. മറ്റുള്ള കലകളെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കഥകളിക്കാർക്കൊന്നുമില്ല എപ്പോഴും. അത് നല്ല സൗഹൃദം. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിശക്തി, അദ്ദേഹത്തിൻ്റെ ആ അർപ്പണ മനോഭാവം, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശംസനീയമാണ്. അത് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് ഇപ്പോൾ ഈ കഥകളി പഠിക്കാനാണ് കുട്ടികളുടെ കുറവ്, ആൺകുട്ടികളുടെ കുറവ്. ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഷോർട്ട് ട്രൗസറും ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ നിർത്തിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരോട് ഒന്നും പറയാനും പറ്റില്ല. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മാതിരി, ആൺകുട്ടികൾക്കും പാടില്ല പുറത്തിറങ്ങുന്നത്. അത് പുറത്തിറങ്ങുന്നത് വെച്ചാൽ മതിൽക്ക് പുറത്തിറങ്ങുന്നത് അത് സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികൾ അതിനെ സംബന്ധിച്ച് ചുമതല ഏൽക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് കഥകളി ക്യാപ്സ്യൂളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് സമ്പൂർണ്ണ രാമായണത്തിന് പല കഥകളി എന്ന് കുറേ സന്ദർഭങ്ങളെടുത്ത് സമ്പൂർണ്ണ ഇപ്പം കലാമണ്ഡലം അങ്ങനെ അവതരിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ ഈ മാറ്റത്തിന് എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല. അത് ഈ വേറൊരു കാര്യമുള്ളത്, നമുക്ക് വിദേശത്ത് പോകുമ്പോൾ വിദേശികൾക്ക് എല്ലാ സമ്പൂർണ്ണ രാമായണത്തിലത്തെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുവേണം. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യണമെന്നുണ്ട്. അത് വിദേശത്തേക്ക് വേണ്ടിയിട്ടാണ് അത് പഠിച്ച് വെച്ചാൽ കലാമണ്ഡലം ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലും ചിലപ്പോൾ അത് വേണ്ടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിസ്തരിച്ച് പോകുക വെച്ചാൽ ഒരു ദിവസം മുഴുവൻ കളിക്കാനുള്ളതല്ല ഉള്ളൂ. ഇതിപ്പോൾ 2.5 മണിക്കൂറാണ് അതിനുള്ളത്. അല്ല, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഈ ചിലവർക്ക് ഇപ്പോൾ ഉത്സവ കളികളാണെങ്കിലും അവർക്ക് അങ്ങനെ വേണം തോന്നും. ക്ലബ്ബ് കളികൾക്ക് അങ്ങനെ വേണം തോന്നും. അങ്ങനെ വേണം തോന്നുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രാബല്യത്തിൽ സ്ഥിരം അങ്ങനെ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. പ്രാബല്യത്തിലിട്ട് വരുത്തൂല്ല അത്. അതായത് കഥകൾ ഇപ്പോൾ രാമായണം വേണം, രാമായണത്തിലിപ്പോൾ ഏത് കഥ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ വിസ്തരിച്ച് കളിക്കേണ്ടതാണോ അതോ മറ്റുള്ളതിലൊക്കെ എടുത്തിട്ട് ചുരുക്കി കളിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് സംഘാടകർ തീരുമാനിക്കേണ്ടതാണ്. അല്ലാണ്ട് അത് ഒരു ട്രൂപ്പിൻ്റെ മേധാവികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ആ സംഘാടകരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വിഷയമാക്കി തീർക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പണ്ട് സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പം ഗോപിയാശാൻ വേണം, വടകുരാശാൻ വേണം, അങ്ങനെ ആൾക്കാർ ആരൊക്കെ വേണം എന്ന് തീരുമാനിച്ച് അവർ വിളിക്കുകയായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെ ചില കലാകാരന്മാർ ഒരു ട്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് അവർ ഒരു പാക്കേജായിട്ട് അവർ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പം സംഘാടകർക്ക് കുറഞ്ഞ ചെലവിൽ ഒരു ഇതാണ് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ട്രൂപ്പ് ഉള്ള ആൾക്കാരോട് വിളിച്ച് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് പറ്റുന്ന വെച്ചാൽ പലയിടത്തും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കാണാതെ ബജറ്റ് അല്ല, അത് സംഘാടകരുടെ കുറ്റമാണ്. മനസ്സിലായില്ലേ? സംഘാടകർക്ക് ഇന്ന ആൾക്കാർ വേണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവ് എത്ര വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ചുരുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല ആൾക്കാർ വേണ്ട എന്നുള്ളതാണ്. കഥകളി വേണം, അതിപ്പോൾ നല്ല ആൾക്കാർ വേണമെങ്കിൽ അവർക്ക് കാശും കൊടുക്കണം. അല്ലാണ്ട് അവർ വരുമില്ല. ഞാൻ പോകാറില്ല, കാശുണ്ടെങ്കിൽ തന്നെ പോകാറുള്ളൂ. അല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചാൽ അവർക്കിപ്പോൾ ഇന്ന ആൾക്കാർ വേണം നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ ഞാൻ യാത്രയൊന്നുമില്ല, വേഷം കെട്ടാറില്ല പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ വേഷം കെട്ടിയിരുന്ന കാലത്ത് സംഘാടകർക്ക് നിർബന്ധമാണ് ഇന്ന ആൾക്കാർ വേണം എന്നുള്ളത്. അതായത് വേണമെന്ന് പറഞ്ഞാൽ അത് കലാമണ്ഡലം അടക്കം സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ സമ്മതിക്കില്ല. അത് ഇപ്പോൾ കലാമണ്ഡലത്തിൽ 1-2 ആൾക്കാരെ വിളിക്കാനേ സമ്മതിക്കൂ. അന്നതില്ല, നിയമമില്ല.
ഇന്നിപ്പോൾ എന്താ ഈ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലത്തിൽ ഇപ്പോൾ അങ്ങനെ നിയമം വരാൻ കാരണം മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടണില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആ ചാൻസ് കിട്ടാതിരിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് അത് സമ്മതിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഈ ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം, കൃഷ്ണനാരാചാര്യാണ് തുടങ്ങി വെച്ചത്. മനസ്സിലായില്ലേ? അതായത് ഒരിക്കൽ കുഞ്ചുകുറുപ്പാച്ചാനെ കാണാൻ ചെന്നപ്പോൾ കുഞ്ചുകുറുപ്പാച്ചാൻ റേഷൻ കടയിലാണത്രേ അരി കഴിക്കാൻ. അപ്പോൾ അത് കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ അന്ന് തീരുമാനിച്ചതാട്ടെ, ഇനി കാശില്ലാണ്ട് കളിക്കാൻ പോവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അത് നന്നായി. എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി മാറി എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കലകളെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കഥകളിക്കാർക്ക് ഒന്നുമില്ല, എപ്പോഴും ഒരു ഇത് തന്നെയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കഥകളിക്കാർക്ക് കളി ഇപ്പോൾ ധാരാളം കളികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കളികൾ ധാരാളമുണ്ട്. പക്ഷേ ഇന്ന ആൾക്കാർ വേണമെന്നുള്ള നിർബന്ധം ഇപ്പോൾ അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതങ്ങനെ കേൾക്കാറില്ല ഇപ്പോൾ അധികം. പണ്ടതല്ല, പണ്ട് നിർബന്ധമായിട്ട് തന്നെ പറയും. മറ്റേ കൃഷ്ണനാരാശാൻ വേണമെങ്കിൽ കൃഷ്ണനാരാശാൻ, രാമുടി നാരാശാൻ വേണമെങ്കിൽ രാമുടി നാരാശാൻ, മാങ്കുളം തിരുമേനി വേണമെങ്കിൽ അങ്ങനെ, പിന്നെ അതുമാതിരി തന്നെ ചമ്പക്കുളം വേണമെങ്കിൽ അങ്ങനെ, പിന്നെ അതുമാതിരി കരുനാരൻ നാരാശാൻ വേണമെങ്കിൽ അങ്ങനെ നിർബന്ധമായിട്ട് ഇന്ന ആൾക്കാർ വേണം. മാത്രമല്ല അപ്പോൾ ട്രൂപ്പ് ആവില്ല, ഒറ്റയ്ക്ക് വിളിച്ചുള്ള ഉണ്ടാവുക. അങ്ങനത്തെ കളികൾ ഉണ്ടാവണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കളി കാണണം, ആ കളി ഉള്ളത് നന്നാവണം, ഗംഭീരമാവണം. അതിന് ട്രൂപ്പിനെക്കാട്ടിലും നല്ലത് മറ്റാണെങ്കിൽ മറ്റത് മതി എന്ന് പറയണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആൾക്കാരെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കളിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂട്ടാണ് നടത്തം. അപ്പോൾ അതിൽ ഈ സംഘാടകരെ മാത്രമേ ഞാൻ അക്കാര്യത്തിൽ കുറ്റം പറയാൻ നോക്കുള്ളൂ. ഇപ്പം എന്താ അങ്ങനെ ചോദിച്ചാൽ സംഘാടകർക്ക് വേണ്ട, സംഘാടകർക്ക് കളി വേണം, കാശില്ല, തന്നെയാണ് പ്രശ്നം ഉള്ളത്. അപ്പോൾ ഈ അതിപ്പോൾ സംഘാടകരുടെ വെച്ചാൽ ഈ ഒരു ഉത്സവം നടത്തുകയാണെങ്കിൽ ആ ഉത്സവം നടത്തുന്ന കമ്മിറ്റി വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കളിക്ക് ഇത്രയും തരുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ കളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരല്ലേ വിളിക്കുള്ളൂ. പിന്നെ ഇന്ന ആൾക്കാരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വിളിച്ചോളെന്നേ പറയില്ലേ. എൻ്റെ കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. അതായത് സംഘാടകർ ഉത്സവ കമ്മിറ്റിക്കാർ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ വ്യക്തി എന്നെയും കൂടി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നേ തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരാൻ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ പൊക്കോളും, എനിക്ക് വയ്യ. അപ്പോൾ സംഘാടകർ പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ചോളുന്നത്, അപ്പോൾ നേരിട്ട് വിളിക്കുക. അങ്ങനത്തെ ഒരു ഇടപാടുകൾ ഉണ്ട് ധാരാളം. ഈ ഉണ്ടാവുന്ന ഇടപാട് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടകർക്കെന്നോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് ചുമതല ഏൽക്കാൻ വയ്യായവരാണ്. അതായത് വ്യക്തികളെ ഓരോരുത്തരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ആ വിളിച്ച ആൾക്കാർ ചിലപ്പോൾ ചെന്നില്ലാന്ന് വരും. അപ്പോൾ അതാകെ പുലിവാലാവും, കമ്മിറ്റിയിലെ ആകെ ബഹളം ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ കാണിച്ചാൽ വേറെ ആളെ ഏൽപ്പിക്കുന്നത്. ആ വേറെ ആളെ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് വേണ്ട കാശും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന തകരാറുകളാണ് അതൊക്കെ. പക്ഷേ അത് കൂടുതലും കഥകളിക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഒരു പാട്ട് കച്ചേരിയാണെങ്കിൽ, ഒരു നാടകമാണെങ്കിൽ, ഒരു സിനിമ കഥാപ്രസംഗമാണെങ്കിൽ അതൊന്നും സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല. അതായത് കഥകളിക്ക് മാത്രമേ. അപ്പോൾ ട്രൂപ്പിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വന്നിട്ടുണ്ടെങ്കിൽ ട്രൂപ്പിൻ്റെ കാശ് ഇത്രയേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രൂപ്പ് സമ്മതിക്കില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കലാമണ്ഡലം ട്രൂപ്പിനെ സമ്മതിക്കില്ല, കോട്ടയ്ക്കൽ ട്രൂപ്പിനെ സമ്മതിക്കില്ല. അപ്പോൾ ആ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് ഈ ആലോചിച്ചാൽ അറിയാം. കാശ് കൊടുക്കാനുള്ള മടി എന്നേ പറയാൻ വയ്ക്കൂ. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ കഥകളിക്ക് ഇന്നും നിലവാരം പഴയ മാതിരി തന്നെ ആയിട്ട് തന്നെയാണ് പോക്ക് എന്നർത്ഥം. അത്രേ പറയാൻ വയ്ക്കൂ. പുതുതായിട്ട് ഒരു ഉയരത്തിലെത്തി എന്ന് പറയാൻ വയ്യ. എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സിനിമാക്കാരൻ ചെയ്യാവണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. എവിടെ നടക്കുന്നത്? ഒരു ലെവലേജുമില്ല. ഞാൻ ഏതോ ഒരു ഷോട്ടോട്ടേ അഭിനയിച്ചുള്ളൂ, അതിന് 25,000 തന്നു. ഒരു ഷോട്ടേ അഭിനയിച്ചിട്ടുള്ളൂ, ഇത്ര തരണമെന്ന് പറഞ്ഞിട്ടുമല്ല, അത് 25,000 തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണെന്നെങ്കിൽ എന്നാൽ ഇനി മേലിൽ നല്ലത് തന്നെയാണ് സിനിമയിൽ കൂടുക.
എന്താ വെച്ചാൽ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ടേ. അതിപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, ഓരോരുത്തരും സ്ഥിതി ആലോചിച്ചറിയാം. അപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു വെച്ചാലും ഇല്ല, അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ഇതിൽ നിന്ന് വേറെ തിരിക്കില്ല, അത് കഥകളിയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല, തീർച്ചയാക്കാൻ അതിനെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത് പൈസയുടെ പ്രശ്നം കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാൻ തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതായത് പൈസയില്ല നമുക്ക് അപ്പോൾ വലുത് നമ്മളുടെ കല തന്നെയാണ് വലുത്. അതായത് നമ്മളുടെ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മാത്രമൊന്നുമല്ല, ഇത് കേരളീയരുടെ മലയാളികളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അങ്ങേറ്റത്തെ കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഒരു പ്രധാന കലയാണ്, കേരളീയരുടെ ഒരു പ്രധാന കലയാണ്. ഈ അടുത്ത കാലത്ത് കഥകളിയിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതായത് പണ്ട് ഈ സാത്വികമായിട്ടുള്ള പച്ചവേഷങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഈ താമസ കഥാപാത്രങ്ങൾ, ഈ താടിക്ക് അങ്ങനെയുള്ള ഇതൊക്കെയാണ്. താടിക്കും കത്തിക്കും അല്ലേ? അതെ, ഇപ്പൊ കൂടുതലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ താടി കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ ആരാധകർ. ചുവന്നാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അപ്പോ പിന്നെ അത് ഈ പിന്നെ ടേസ്റ്റ്, ആൾക്കാരുടെ കഥകളി പ്രേമികളുടെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വന്നു. അതുപോലെ കഥകളിയിലും പിന്നെ കുറച്ച് ഡ്രാമാറ്റിക് ആക്കാൻ പിന്നെ കലാകാരന്മാർക്കും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സദസ്സിലേക്ക് ഇറങ്ങി പിന്നെ ഇപ്പോൾ ഈ രാമായണത്തിൽ അവസാനം പിന്നെ ഈ പട്ടാഭിഷേകം ഇത് പട്ടാഭിഷേകത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും കൂടെ വന്ന വലിയ ഒരു, അതുപോലെ കുചേലവൃത്തത്തിലും അങ്ങനെ അത് പിന്നെ നീണം ഇപ്പോൾ ഒരുപാടെടുത്ത് അവതരിപ്പിച്ച് നരകാസുരത്തിൽ. ഈ മാറ്റത്തിനെ ആശാൻ എങ്ങനെയാണ്? അല്ല, ആ മാറ്റം പണ്ട് മുതലൊക്കെ ഉള്ളതാണോ അത്? അതായത് അതൊരു പ്രത്യേകമായിട്ട് പുതുതായിട്ട് തുടങ്ങി വെച്ചുള്ളതല്ല. താടി വേഷങ്ങളെ സംബന്ധിച്ച് എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഈ ആൾക്കാർക്ക് മറ്റുള്ളത് വേണ്ടാച്ചിട്ട് താടി വേഷം മാത്രമായിട്ടൊന്നും അങ്ങനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ളത് എൻ്റെ അറിവിലില്ല. അതായത് താടി വേഷത്തിന് പ്രാധാന്യമുള്ളതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് അത്രയ്ക്ക് നന്നായിട്ട് തോന്നുമ്പോൾ അതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നു എന്നുള്ളതേ പറയാൻ വയ്ക്കൂ. അല്ലാണ്ട് ഇപ്പോൾ താടി വേഷത്തിന് മാത്രമായിട്ടൊരു പ്രാധാന്യം കൊടുത്തുള്ളൂ. അത് അങ്ങനെ ചില ഇതിലുണ്ട്. അതായത് ഇപ്പോൾ അച്യുതൻകുട്ടി വെളിനഴി മൂപ്പര് താടി വേഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ താടി വേഷക്കാരെ മാത്രം തന്നെ വിളിച്ചുകൊണ്ട് അല്ല, അതൊരു പുതുമ. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളത് എന്താണ്, ജനങ്ങളുടെ ആസ്വാദകരുടെ മനസ്സിലുള്ള വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ അങ്ങനെ ചെയ്യണത്. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടയം കഥകളെന്ന് പറഞ്ഞു, കോട്ടയം കഥകളെ സംബന്ധിച്ച് നല്ലോണം ഗ്രഹീതമുള്ള ആൾക്കാർക്കേ ആസ്വദിക്കാൻ സാധിക്കൂ. മറ്റൊന്നുമല്ല, അത് അതിൻ്റെ പദം കിടക്കുന്നത് അങ്ങനെയാണ്. സാഹിത്യം അങ്ങേറ്റത്തെ സാഹിത്യമാണ് അതൊക്കെ. അപ്പോൾ ആ സാഹിത്യം മനസ്സിലാക്കാനും പിന്നെ ഈ ആംഗിക ഭാഷ അത് മനസ്സിലാക്കാനും, അത് മാത്രമല്ല വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ സംഗീതം അതിൽ ഇത്രയധികം മറ്റുള്ള കഥകളെ പോലെ സംഗീതം കഷ്ടിയാണ് ചിലതിലൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൂടി താടി വേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെ ചില ഉദ്ദേശം കൊണ്ടാണ്. കഥകളിയിലും സിനിമയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കഥകളിയിൽ കൂടുതൽ എക്സ്പ്രസീവ് ആയിരിക്കണം, പക്ഷേ സിനിമയിൽ അത്രയും വേണ്ട. അപ്പോൾ ആശാൻ അത് പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും? അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പെട്ടിട്ടുണ്ടായത്. അതായത് കഥകളിയിൽ ഞാൻ പറഞ്ഞില്ല, ഇത് മൂകാഭിനയമാണല്ലോ, വാചികാഭിനയമല്ലല്ലോ. അപ്പോൾ എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂകാഭിനയത്തിന് കുറച്ച് നല്ലോണം എക്സ്പ്രഷൻ ഉണ്ടാക്കിയേ പറ്റൂ. വാചികാഭിനയമായിട്ടുള്ള സിനിമയിൽ അത്ര എക്സ്പ്രഷൻ വയ്യ. എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കഥകളിയിലത്തെ വാരി കാണിക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണത്തിലേ പോയിട്ടുള്ളൂ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിലെന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിജീവിച്ചു വരണത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബ ചരിത്രമായും കൊണ്ടാണ്, കുടുംബ ജീവിതമായും കൊണ്ടാണ് സിനിമയിൽ പോണത്. മറ്റേതല്ല, മറ്റേത് രംഗത്ത് അവതരിപ്പിക്കുന്നത് ഒരു കഥാപാത്രത്തിൻ്റെ ആ നിലവാരം എന്താണോ എന്നുള്ളത് അഭിനയത്തിൽ കൂടെ മനസ്സിലാക്കി കൊടുക്കലാണ്. അപ്പോൾ അഭിനയത്തിന് കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്, രണ്ടും കൂടിയുള്ള വ്യത്യാസം. അതായത് സിനിമയിൽ അഭിനയിക്കുന്നതും നാടകത്തിൽ അഭിനയിക്കുന്നതും ഏകദേശം
ഒരു ചായനെയാണ് ഇത്. അതല്ല, ഇങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. അത് തീർച്ചയായിട്ടും അഭിനയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കഥകളിയിലാണ്. അത് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ സ്വതവേ കഥകളിയിൽ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നൃത്തത്തിന് പ്രാധാന്യം ഇല്ലാണ്ട് തെക്കൻ ഭാഗത്ത് ഉള്ള കഥകളിക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു 5-6 മാസം പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വേഷക്കാരായി മാറി. പിന്നെ അത് അല്ല, അങ്ങനെ നമ്മളുടെ കഥകളിക്കാരൻ്റെ ചില ആൾക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും ശരി, തെക്കൻ ഭാഗത്ത് അഭിനയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പറയാതെ വയ്യ. വടക്കൻ ഭാഗത്ത് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അതിനെക്കാട്ടിലും മെയ്യ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെയ്യ് ശാരീരികമായിട്ടുള്ള ശരീരഘടനകളെ വൃത്തിയാക്കി തീർക്കുക, അതിനാണ് പ്രാധാന്യം അങ്ങേറ്റവും ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അഭിനയം കൂടി എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ വെച്ചിട്ടാണ്. പറഞ്ഞു അത്രേ. ഞാൻ കേട്ടിട്ടില്ല, എന്നോട് അനവധി ആൾക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ട്. പക്ഷേ അക്കാര്യം കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. പക്ഷേ അത് ശരിയാണോ ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ മറുപടി ഒന്നും പറയാനില്ല. അല്ല, അത് നിഷ്കർഷയായിട്ടുള്ള പഠനത്തിൻ്റെ കേമത്തരം കൊണ്ടും അതുമാതിരി തന്നെ നിഷ്കർഷയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കഴിവുകൊണ്ടും മാത്രം അങ്ങനെ ആണെങ്കിൽ അതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് അതിപ്പോൾ നമ്മുടെ കലാധരൻ ഉണ്ടല്ലോ, കലാധരൻ പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് പറയുക. അപ്പോൾ അല്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ശരിയായിരിക്കാം, അല്ലാതെ ഞാൻ പറയില്ല. എന്താ വെച്ചാൽ കുഞ്ചുകുറുപ്പിൻ്റെ അഭിനയം അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കുഞ്ചുകുറുപ്പ് തകഴിക്കാരനാണല്ലോ, പിന്നെയാണല്ലോ വടക്കൻ താമസമായത്. പക്ഷേ അതുപോലെ തന്നെ രാവിലെ യുവനാഥൻ്റെ മെയ്യ് ഭയങ്കരം തന്നെയാണ്. അതായത് ആ മെയ്യ് വിട്ടിട്ടുള്ള ഒരൊറ്റ കളിയില്ല, ഒരു കളിക്കുമില്ല. അതായത് അതിന് കണക്കൊക്കെ ഉണ്ടേ. ഒരു പറ നെല്ല് വിതച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റളവേ കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, ചെയ്യാറുമില്ല, ചോദിച്ചാൽ പറയാറുമില്ല. അല്ല, ചോദിച്ചാൽ പറഞ്ഞിട്ടും കാര്യമില്ല, അതുമാതിരി ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ ഇങ്ങനെ ചില വ്യത്യാസങ്ങളാണ് ആയിട്ടുള്ളത്. ആശാൻ പണ്ട് ഫ്രാൻസിൽ രൗദ്രഭീമനെ അവതരിപ്പിച്ചപ്പോൾ അത് കണ്ടിട്ട് ഒരു ഗർഭിണിയായ സ്ത്രീ ബോധം കെട്ട് വീഴണമെന്നും അവരുടെ ആശുപത്രിയിലേക്ക് പറ്റി ആസ്പത്രിയിൽ കാര്യം വാസ്തവമാണ്. അല്ലാതെ ഞാനും കൂടി ദൃക്സാക്ഷിയാണ്. ബോധം കെട്ടി വീഴുന്നത് കൊണ്ടുപോകണമേ. അതായത് മുമ്പിൽ ഈ കൊള്ളുമാല വലിച്ച് നിൽക്കുമ്പോൾ നോട്ടം ഇങ്ങടാണുള്ള വരിക. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നോട്ടം അങ്ങോട്ട് വരുമ്പോൾ ആ സ്ത്രീ നേരെ മുമ്പ് തന്നെ ഇരിക്കുന്നത്. അവിടുന്ന് അങ്ങനെയാണ് പറഞ്ഞു വീഴുന്നത്. കൊണ്ടുപോയി ആസ്പത്രിയിൽ എത്തുന്നതിന് മുമ്പ് പ്രസവിക്കുകയും ചെയ്തു. അല്ല, അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായത് കാര്യമാണ്. അത് ഒരു എന്താ പറയുക, ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ടുള്ള പറച്ചിലല്ല, കാര്യം വസ്തുവാണ്. അതായത് രൗദ്രഭീമൻ്റെ അന്നത്തെ ഇത് ഒന്നാമത് വിദേശത്തൊന്നും അങ്ങനെ ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ വിദേശത്ത് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള പലതും ഉണ്ടാവാറുണ്ട്. പിന്നെ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും വേണ്ടില്ല. അപ്പോൾ ഇതിപ്പോൾ കഥകളിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ദുർബലയായിരിക്കും, വലിയ പറയാൻ വേണ്ടി. ഈ വിദേശത്ത് കഥകളി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പദം അവർക്ക് മനസ്സിലാവില്ല, പിന്നെ മുദ്രകളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പുതിയ അവരെ സെനോപ്സിസ് കൊടുക്കും, അത് മനസ്സിലാക്കും. എന്നിട്ട് ഈ പുരാണ കഥകളെ സംബന്ധിച്ച് അവർ ഗ്രാഹ്യം വെച്ചാൽ അവർ അങ്ങേറ്റവും ശ്രദ്ധിച്ച് മനസ്സിലാക്കും. അത് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുരാണ കഥകൾ മറ്റുള്ള ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്കറിയില്ല.
പക്ഷേ അവർക്ക് ആ പുരാണ കഥകളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ സിനോപ്സിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം വായിച്ചു കഴിഞ്ഞിട്ട് അവർ വിശദമായിട്ട് അറിഞ്ഞിട്ടാണ് പിന്നത്തെ ഈ കളി കാണാതിരിക്കുന്നത്. അതിൻ്റെ ആ ഉദാഹരണം പറഞ്ഞുതരാം. എന്താ കാരണം വെച്ചാൽ കഥകളി സ്വതവേ വിദേശത്ത് 24 മണിക്കൂർ കളിച്ചിട്ടുള്ളത് ഒരു അത്ഭുതമായിട്ടില്ല. 24 മണിക്കൂറല്ല, സന്ധ്യ ആകുമ്പോൾ 7 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം കാലത്ത് 7 മണി വരെ കളിച്ചിട്ടുള്ളത് ഫ്രാൻസിലുണ്ടായതാണ്. ഫ്രാൻസിൽ അത് ഇത് കഴിയുന്നത് വരെ ഹൗസ് ഫുള്ളായിരുന്നു. ഒരു കുട്ടി എഴുന്നേറ്റില്ല അവിടുന്ന്. അപ്പോൾ അവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ തീർച്ചയല്ലേ, ഇല്ലെങ്കിൽ ഇരിക്കില്ലല്ലോ. വേഷം മാത്രം കണ്ടാൽ മതി ചില അവരിക്കില്ല അങ്ങനെ. രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടല്ല മൂന്നുണ്ട്. ആറാട്ടിൽ അഭിനയിച്ചിട്ടില്ല. ആറാട്ടിൽ ഞങ്ങളവിടെ ഒന്നിച്ചിരുന്നതേ ഉള്ളൂ, വേറൊന്നും ഇല്ല. മറ്റതൊന്ന് ലവ് സ്പീക്കർ, പിന്നെ വാനപ്രസ്ഥം, പിന്നെ ഈ ശാന്തവും വാനപ്രസ്ഥമാണ് കാര്യമായിട്ട് അഭിനയിച്ചത്. അത് നല്ല സൗഹൃദം. അപ്പോൾ നല്ല സൗഹൃദമാണ്, നല്ല വ്യക്തിയാണ്. ഇടയ്ക്ക് വിളിക്കുക അദ്ദേഹം, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും വിളിക്കും. അതായത് വല്ല വിശേഷം ഉണ്ടെങ്കിൽ മാത്രം. വിശേഷം വെച്ചാൽ എൻ്റെ പിറന്നാളാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കും, ഒരു ജന്മ ആശംസ അറിയിക്കും, അദ്ദേഹത്തിൻ്റെ പിറന്നാളിനും അങ്ങോട്ട് അറിയിക്കും. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് ആവശ്യമില്ല വെച്ചാൽ ഞാൻ വിളിക്കണത് വല്ല ആവശ്യത്തിനാണെങ്കിൽ തിരക്കടില്ല. ഒരാവശ്യമില്ലാണ്ട് വെറുതെ സുഖമാണോ, ആ സുഖമാണ്, ശരി കേട്ടോ, ഇത് പറയാൻ വേണ്ടി എന്തിനാണ് വിളിക്കണം. വാനപ്രസ്ഥത്തിൽ മോഹൻലാൽ അഭിനയിച്ച് കാണിച്ച കഥകളി കലാകാരൻ പുള്ളി കുറെ ശ്രമിച്ചിട്ടുണ്ട് പഠിക്കാൻ ഈ കാര്യങ്ങളൊക്കെ, കഥകളിയുടെ അഭിനയവും നൃത്തവും ഒക്കെ കുറെ പഠിച്ചു. എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു എഫേർട്ടിന്? അല്ല, അതേ ഒരു മാസം കൊണ്ടാണ് എത്രയൊക്കെ ചെയ്ത്. ഒരു മാസം കൊണ്ട് ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിശക്തി, അദ്ദേഹത്തിൻ്റെ ആ അർപ്പണ മനോഭാവം, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശംസനീയമാണ്. അത് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് ചെയ്തത് നന്നായിട്ടുണ്ട്, ചെയ്തിട്ടുള്ളത് മോശമായിട്ടില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും സ്വയം അർപ്പിച്ചുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യാൻ കാരണം കൊണ്ടാണ് ഇത്രയും വിജയിക്കാൻ കാരണം. അതായത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ ഒട്ടും മോശമായിട്ടില്ല, എല്ലാം നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കൂ, ഏതായാലും എല്ലാവർക്കും അത് സാധിക്കും തോന്നില്ല. കൂടിയാട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ആട്ടങ്ങൾ സ്വീകരിച്ചു? ഇല്ല. ബാക്കി ഒഡീസി കഥകളി കാണാറുണ്ട്? ഇല്ല, അങ്ങനെ കാണാറില്ല. കണ്ടിട്ടുണ്ട്, വിദേശത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഏതല്ലോ നമ്മുടെ അവിടെയും കലാമണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒഡീസിയും കഥക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. തിരക്കുള്ളൂ. അതെ, കഥകളിക്കാരക്കുന്ന അങ്ങോട്ട് അല്ലാണ്ട് എങ്ങോട്ടില്ല. കഥകളിക്കാരനേക്കുന്ന അങ്ങോട്ട് സ്വീകരിക്കാനുള്ള ഇത് ഈ ഒഡീസക്കാരയിലും ഉണ്ട്. അവർക്കും ആഗ്രഹമുണ്ട്. അവർക്കൊക്കെയും പറയുന്നത് എന്താ വെച്ചാൽ കഥകളിയെ പോലൊരു കല ഇല്ല എന്നാണ്. കാര്യം വാസ്തവമാണ്. ഇപ്പോൾ സിനിമ എന്നാണ് പറയുന്നത്. ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, കഥക്ക്, ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഥക്കിൽ പ്രധാനമായിട്ടുള്ളത് നൃത്തത്തിൻ്റെ കാലുമ്പലാണ്. അവർ ഒഡീസി ചലനത്തിലാണ്, മനസ്സിലായില്ലേ? പിന്നെ അല്ല, ഇപ്പോൾ എങ്ങനെയായാലും അങ്ങനത്തെ ചില കഥകളിയിൽ അതല്ലാതെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അതായത് അഭിനയത്തിന് അഭിനയമുണ്ട്, പിന്നെ നൃത്തത്തിന് നൃത്തമുണ്ട്, ചലനത്തിന് ചലനമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ശരീരം അവിടേക്കും ഇവിടേക്കും അങ്ങനെ അതൊക്കെ വരണത് കഥകളിയിൽ ഉള്ള മാതിരി ഒന്നിലും ഒന്നും ഇല്ല. അതിപ്പോൾ വിദേശികൾ നിർബന്ധമായിട്ടും ഇങ്ങനെ തർപ്പിച്ച് പറയണമെന്നുണ്ട്. കഥകളിയെ പോലൊരു കല ഇന്നില്ല എന്നുള്ളത്.
ആശാന്റെ അടുത്ത് ഒരുപാട് വിദേശികൾ പഠിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തല്ല, കലാഭവനത്തിൽ. അതായത് പക്ഷേ ചില സ്ത്രീകളെ ഞാനാണ് പഠിപ്പിച്ചുള്ളത്. പക്ഷേ കൂടുതലും ഞാൻ പഠിപ്പിക്കുക കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതായത് കൂടുതലും ഞാൻ ഈ പ്രധാനപ്പെട്ട കുട്ടികളെ ഈ ആദ്യാവസാനമൊക്കെ ജോലി പഠിപ്പിക്കൽ അങ്ങനെ ഉണ്ടല്ലോ, അവിടേക്ക് സമയം കിട്ടില്ല അതിനെല്ലാം കൊണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് അധികം ജോലി പഠിപ്പിക്കേണ്ടി വന്നില്ല, കുറച്ചൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ കലാമണ്ഡലത്തിലത്തെ മറ്റുള്ള അധ്യാപകരാണ്. ഇതിലൊരു കൗതുകം കൊണ്ട് വരുന്നതാണോ അതോ അവര് മനസ്സിലാകാൻ അല്ല, കൗതുകം രണ്ടും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. അതായത് അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേഷം കെട്ടണം എന്നും ആഗ്രഹമുണ്ട്, അതിന് നല്ലോണം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പിന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു മോഹത്തിന് അങ്ങനെയുണ്ട്, അതില്ല. പക്ഷെ നേരത്തെ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാറില്ല ആരെങ്കിലേക്കെന്ന് പറഞ്ഞു. ചില സമയങ്ങളിലെങ്കിലും ഈ ശിവജി സാവന്തിനെ കാണാൻ യയാതിയുടെ ഖണ്ഡകത്തെ യയാതി ഇതിനകത്ത് നിന്നൊക്കെയുള്ള ചില പാഠഭേദങ്ങൾ അന്ന് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കാണാറുണ്ട്. എങ്ങനെ മറ്റ് ശിവജി സാവന്തിന്റെ കർണൻ, ഖണ്ഡകന്റെ യയാതി എന്നീ പാഠങ്ങളിൽ അതുപോലുള്ള ചില ഇത് ആട്ടക്കഥയിൽ നിന്ന് വിഭിന്നമായിട്ട് അങ്ങ് അവതരിപ്പിക്കുന്ന കണ്ടു. അത് മറ്റേ ശിവജിയുടെ അല്ല, അത് ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ. പുസ്തക വായനയിലൂടെ അങ്ങ് സ്വയം വരികയാണല്ലോ. അല്ല അങ്ങ് അപ്പോൾ ഇതിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുന്നുള്ളൂ തോന്നുകയാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കർണശബ്ദം ഗംഭീരമാണ്, അത് വായിച്ചിട്ടുണ്ട്. അത് നല്ലോണം അല്ല, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചില കഥാപാത്രങ്ങളെ ചില സന്ദർഭങ്ങളെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കാറുണ്ട്. അത് വായിച്ചതുകൊണ്ട് പറ്റിയതാണ്, അല്ല അബദ്ധം പറ്റിയതെന്നോ ഇതല്ല. അങ്ങനെ പരന്ന വായനയുണ്ട്. അപ്പോൾ ഏതുതരം പുസ്തകങ്ങളാണ് സാധാരണ വായിക്കാറ്? പുരാണ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ അത് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ കുറേശ്ശെ വായിക്കും, മുഴുവൻ വായിച്ചതൊന്നും വരില്ല, കുറച്ചൊക്കെ വായിക്കും. അതൊക്കെ ഏതായാലും പറയാൻ വയ്ക്കൂ. അതായത് നമ്മൾക്കുള്ള ഇതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് വായിക്കും, ധാരാളം വായിക്കും. അല്ലാത്തതൊക്കെ ആണെങ്കിൽ നോവലുകളുണ്ടല്ലോ, നോവലുകൾ പലതുണ്ട്. അപ്പോൾ ചില നോവലൊക്കെ സ്വതവേ നമുക്ക് വായിച്ചാൽ അങ്ങേറ്റം അങ്ങോട്ട് ഇത് കഴിയുന്നവരെ വായിക്കാൻ തോന്നും. അങ്ങനെ ഉണ്ടല്ലോ. അത് അല്ലാതെ പിന്നെ ഈ പുരാണ കഥകളെ സംബന്ധിച്ചപ്പോൾ നമുക്ക് ഭാരതം, രാമായണം ഒക്കെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ ഒരുപാട് വായിക്കാണ്ടേ. ഇനി അതിലൊക്കെ രാമായണത്തിലും ഭാരതത്തിലുമൊക്കെ ഒരുപാടുണ്ടല്ലോ. അല്ല അങ്ങനെ ചിലത് അതൊക്കെ തന്നെ പറയാൻ വയ്ക്കും. അക്കാര്യത്തിൽ പുസ്തകം കിട്ടുന്നിടത്തോളം വായിക്കണത് നല്ലതാണ്. അത് ഉപദേശിക്കാനേ പറ്റൂ. ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നിശ്ചയില്ല. അങ്ങനെ കഥകളിയുടെ ആംഗികാഭിനയത്തിൽ മുദ്രകളുടെ കാലത്തിൽ അങ്ങ് ഉപയോഗിക്കുന്നതിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. പുതിയൊരു ശൈലി തന്നെ അങ്ങ് വിട്ടിട്ടുണ്ട്. അത് ഞാൻ സ്വതവേ വർത്തമാന ഭാഷ ഉണ്ടല്ലോ, ആ വർത്തമാന ഭാഷയാണ് ഞാൻ ശരിക്കും എൻ്റെ മുദ്രകളിൽ കൂടെ കാണിക്കുന്നത്, ചെയ്യണത്. അതായത് സാവധാനം സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കുക, ധൃതി പിടിച്ച് സംസാരിക്കേണ്ട സമയത്ത് അങ്ങനെ സംസാരിക്കുക. ആ ധൃതി പിടിച്ചിട്ട് സംസാരിക്കേണ്ട സമയമൊക്കെയാണ് അപ്പോൾ ഈ സംസാരിക്കണ പോലെ അതിൻ്റെ സന്ദർഭ എന്താ വെച്ചാൽ നാളകത്തിൽ വേർപാട് സമയത്ത് ശരിക്കും നമ്മൾ സംസാരിച്ചാൽ മനസ്സിലായിട്ട് വിചാരിക്കുകയാണ് അത് ഇവിടെ വിട്ടുപോണത് എങ്ങനെയാണ്, അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതും വരണതും ഒക്കെ ഒപ്പം ആവണം. അപ്പോൾ എന്തിനുള്ള എനിക്ക് വേഗം മുദ്രകൾ കഴിയുമ്പോൾ വരും വല്ലെങ്കിൽ വരുത്തണം. ഒരു വേർപാടാണ്. അതിന് സാവധാനത്തിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ വേർപേടിച്ച് എങ്ങനെ പിരിയും, ഇങ്ങനെയൊന്നും മെല്ലെ കൊണ്ടുപോയി അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട് വെച്ചാൽ വർത്തമാന ഭാഷ, അതായത് നമ്മൾ സാധാരണ ഈ വർത്തമാനം പറയുന്ന ഭാഷ അത് തന്നെയാണ് നമ്മളുടെ കയ്യിലും വരുത്താൻ ഞാൻ ശ്രമിക്കുന്നത്.
അതാണ് ഒരു വ്യത്യാസം രണ്ടും കൂട്ടുള്ളത് നൃത്തം. എന്നാൽ അങ്ങനെ എല്ലാത്തിലും പറ്റില്ല. കോട്ടയം കഥകളൊക്കെ പറഞ്ഞില്ലേ, അത് വരാൻ പറ്റില്ല. അതുപോലെ ചില നിലകൾ കൊണ്ട് ഭാവം നിർണ്ണയിക്കുന്നുണ്ട്. ചില നിലകൾ കൊണ്ട് ചില ആ നിലകൾ അതൊക്കെ വരണോ അപ്പോൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മുൻകൂട്ടി തീരുമാനിച്ച് വരുത്തുന്നതല്ല, അല്ല അത് അപ്പോൾ വരണു തന്നെയുള്ളൂ. മുഖത്തെ തേപ്പിന് അങ്ങനെയാണല്ലോ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. കുറച്ച് മാറ്റം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൃഷ്ണനാരായണനാണ് ശരിക്കും മാറ്റം വരുത്തിയിട്ടുള്ളത്. അതെ, ഞാൻ കുറച്ചേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ശരിക്കും മാറ്റം വരുത്തിയിട്ടുള്ളത് കൃഷ്ണനാരായണനാണ്. ഭീമൻ അങ്ങേക്ക് ആദ്യം ലഭിക്കുന്നത് ഒരു മേജർ അല്ലെങ്കിൽ ലഭിക്കുന്നത് യാദൃശ്ചികമായാണ്. അതെ കുഞ്ചാശാൻ പറഞ്ഞിട്ടാണ്. അത് ഈ കൂടുതൽ മനിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളത്. രാമൻകുട്ടിയാശാന്റെ ശിഷ്യനായിട്ടും താടി വേഷങ്ങളിൽ ഹനുമാൻ പോലെയുള്ള വേഷങ്ങളിലൊന്നും ആശാനെ അധികം കണ്ടിട്ടില്ല. ആൾക്കാർക്ക് വേണ്ട, പിന്നെ ഞാൻ എന്താ ചെയ്യുക? കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് എന്തായാലും പച്ചയെ വേണ്ടു. ആശാൻ രംഗത്ത് വരുമ്പോൾ കൃഷ്ണനാരായണാശാൻ ഉജ്ജ്വലമായി പച്ചയ്ക്ക് ഒരു യാതൊരു എതിരാളിയും ഇല്ലാതെ നിൽക്കുന്ന കാലത്താണ് അങ്ങ് വരുന്നത്. എന്നിട്ട് അന്ന് പച്ചയ്ക്കകത്ത് തന്നെ നിന്നു. എന്നിട്ട് അപ്പുറത്ത് രാമൻകുട്ടിയാശാൻ രണ്ട് മഹാ ഹിമപർവ്വങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. അതിനിടയിലൂടെ അങ്ങ് സ്വന്തം ശൈലി വെട്ടിയെടുത്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ദൈവാധീനം ഗുരുത്വം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ ചില കഴിവുണ്ടാകും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പഠിപ്പിക്കുമ്പോൾ ശിക്ഷ രാമൂടി നാരായണാശാനിലേക്കും പത്മനാരായണാശാൻ എനിക്ക് രാവണി നാരായണാശാനാണ് ആദ്യം പഠിപ്പിച്ചത്. ശിക്ഷ നല്ലോണം കിട്ടിയിട്ടു. ആ ശിക്ഷയൊക്കെ കിട്ടിയിട്ടും ഇതിൽ തന്നെ ഉറച്ച് നിന്നുമല്ലോ. അതന്നെ ഇതിലേക്ക് കൊള്ളിക്കാൻ പറയാനുള്ളൂ. അതായത് അവരും ഇവരുമൊക്കെ അങ്ങേപ്പുറത്ത് ഗംഭീരന്മാരായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിൽക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ. ആ വാശി നാശത്തിനുള്ള വാശി എല്ലാ തീർച്ചയായി. അതായത് ആ വാശി കാരണം കൊണ്ട് നമ്മളുടെ പ്രവൃത്തിയും നേരെയാവണു എന്ന് മാത്രമേ തന്നെ വിചാരിക്കാനുള്ളൂ. അതായത് അതിനെക്കാട്ടൊക്കെ കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ദൈവാധീനം ഗുരുത്വം എന്ന് മാത്രമേ തന്നെ പറയാനുള്ളൂ. ഉണ്ട് പറയാതെ. അതായത് ഇപ്പോൾ ഈ കഥകളി പഠിക്കാനാണ് കുട്ടികളുടെ കുറവ്, ആൺകുട്ടികളുടെ കുറവ്. എന്നാൽ പെൺകുട്ടികൾ ഇപ്പോൾ ധാരാളമുണ്ട്. അത് ഈ ആൺകുട്ടികളുടെ കുറവ് നിസ്സാരമെന്നല്ല, വളരെയധികം ഉണ്ട് ഇപ്പോൾ അത് കലാമണ്ഡലത്തിൽ. അതായത് ഇപ്പോൾ ഓരോ വർഷവും 1-2 കുട്ടികളേക്കേ കിട്ടുന്നുള്ളൂ. അങ്ങനൊരു കാര്യമുണ്ട്. ശരിയാത്. അത് ബുദ്ധിമുട്ടുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിപാട് കിട്ടില്ല. 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അത് കുറച്ച് കർശനമായിട്ടുള്ള, അതായത് ഇത് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആശയം മാത്രമാണ് അവിടെ. അതായത് അവിടെ തന്നെ ചിലവ് കൊടുത്ത് താമസിപ്പിക്കുക കുട്ടികളെ. അങ്ങനെ കുട്ടികളെ എല്ലാവരും താമസിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മാതിരി, ആൺകുട്ടികൾക്കും പാടില്ല പുറത്തിറങ്ങുന്നത്. അത് പുറത്തിറങ്ങുന്നത് വെച്ചാൽ മതിൽക്ക് പുറത്തിറങ്ങുന്നത് അത് സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഭരണാധികാരികൾ അതിനെ സംബന്ധിച്ച് ചുമതല ഏൽക്കേണ്ടി വരും. എങ്ങനെ ഡ്രസ്സ് ചെയ്യണത് ഇതൊക്കെ ഉപദേശിച്ച് കൊടുക്കാൻ ഒരാളുണ്ടാവുക വേണ്ടത്. അല്ലാതെ അത് നമ്മൾക്കിപ്പോൾ ഈ ദോഷം പറയാൻ ആൾക്കാരുണ്ടാവും. ദോഷം പറയുന്നത് ന്യായമാണ്, അല്ല. പക്ഷേ അത് ആദ്യം തന്നെ ഉപദേശിച്ച് കൊടുത്ത് നേരേക്ക് കൊണ്ടുവരാൻ ഒരാൾ ശ്രമിക്കണില്ല. അവിടെ ഇത് കരാറേ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഷോർട്ട് ട്രൗസറും ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ നിർത്തിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരോട് ഒന്നും പറയാനും പറ്റില്ല. ഇത് ഒന്ന് പറ്റും. എന്താ വെച്ചാൽ ഈ രംഗത്തേക്ക് പോണത് സംഘാടകരുടെ സമ്മതില്ലാണ്ട് പോകില്ലല്ലോ, ഉറപ്പല്ലേ? പോകുമ്പോൾ ആ വേഷം ശരിയല്ല, അതൊന്നും മാറ്റൂ. മറ്റേ അവർക്ക് ഇങ്ങനത്തെ വേഷം ഇഷ്ടം കൊടുത്തില്ലല്ലോ ആർക്ക്, സംഘാടകർക്കേ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ ന്യായമാണ്. വളരെ ന്യായം എന്നല്ല, അങ്ങനെ ചെയ്യരുത് ഉറപ്പായിട്ടും. ഭക്തി എന്ന് മാത്രമൊന്നുമല്ല, അല്ലെങ്കിലും ഉള്ള ഒരു കാര്യമുണ്ട്. കലാവിഷയങ്ങളെ സംബന്ധിച്ച് വേഷം എന്തെങ്കിലും ആയിക്കോട്ടെ, പാട്ട് നന്നോ, അത് പാട്ടാണെങ്കിൽ പാട്ട് നന്നോ എന്ന് ചോദിക്കണ വ്യക്തികളോട് മറുപടി ഒന്നും പറയാതിരിക്കുക നല്ലത്.
പാട്ട് മാത്രം കേൾക്കലല്ലോ, മനുഷ്യനെ കാണും ചെയ്യുമല്ലോ. അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വേഷം എങ്ങനെ വേണം എന്നുള്ളത് ഒന്നുകൂടി രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിവില്ലെങ്കിൽ സംഘാടകർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യം അതാണ്. ഈ വേദിയിൽ ആശാനും ഹൈദരാലി അദ്ദേഹവും തമ്മിലുള്ള ഒരു വളരെ നന്നായിട്ട് അങ്ങോട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി അദ്ദേഹം പാടിയിരുന്നു. മനോധർമ്മം അനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങയുടെ മനസ്സും വായിച്ചുകൊണ്ട് പിന്നെ പാടാൻ പറ്റിയിരുന്നു. അല്ലാതെ എൻ്റെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഹൈദരാലിയെ സംബന്ധിച്ച് ഹൈദരാലി മറ്റുള്ളവർക്കും വലിയ സ്വാധീനമുള്ള പാട്ടുകാരനായിരുന്നു. പക്ഷേ എനിക്ക് ഹൈദരാലിൻ്റെ പാട്ട് സ്വാധീനം നല്ലോണം കിട്ടിയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുദ്ര കാണിക്കുന്നതാണല്ലോ നമ്മളുടെ ഈ ആംഗ്യഭാഷ ആണല്ലോ വർത്തമാനം പറയണത്. അതായത് വാചികയല്ലല്ലോ. അപ്പോൾ അത് വാചിക ഉണ്ടാക്കുന്നത് പാട്ടല്ലേ. അപ്പോൾ ആ പാട്ടും ആ പാടുന്നതിൻ്റെ ഒപ്പമുള്ള മുദ്രയും ഒക്കെ കൂടിയാകുമ്പോൾ യോജിപ്പ് കുറേ കൂടുതൽ കിട്ടും. അത് മറ്റുള്ളവർക്ക് ചില ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം. ഇപ്പോൾ കൂടുതലും ഈ ഹൈദരാലിക്ക് അത് പ്രത്യേക നിഷ്കർഷയായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതായത് എൻ്റെ മാത്രമൊന്നുമല്ല, ആരുടെയായാലും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കഥകളിയിലുള്ള അതായത് കൃഷ്ണൻ നാരായണൻ മുതൽക്ക് ഇങ്ങോട്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് ഹൈദരാലിയെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. കാരണം തന്നെയാണ് അറിഞ്ഞ് പാടുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈദരാലിക്ക് അദ്ദേഹത്തിന് ചില ക്ഷേത്രങ്ങളിൽ പിന്നെ കയറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ കോമ്പൗണ്ടിന് പുറത്ത് നിന്ന് പാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ല, പാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതായത് കൊല്ലത്തടുത്ത് കൊട്ടാരക്കരടുത്ത്, എനിക്കിപ്പോൾ ആ സ്ഥലപ്പേര് മറന്നു. അവിടെ എന്തായാലും ഇപ്പോൾ അത് ഓർമ്മയില്ല, അമ്പലത്തിൻ്റെ പേര് ഓർമ്മയില്ല. നല്ല ഓർമ്മ ഉണ്ടായാൽ ഉണ്ടായുള്ള സ്ഥിതി അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പാടാൻ പാടില്ല പറഞ്ഞു. മതിൽ പൊളിച്ചിട്ട് പിന്നെ അവങ്കേപ്പുറത്ത് സ്റ്റേജ് കെട്ടി, വേഷക്കാർ മതിലിൻ്റെ അപ്പുറത്ത്, പാട്ടുകാരവിടെ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1-2 വീക്കിലുണ്ടായിട്ടുണ്ട്. മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് എന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടില്ല. 70 ഞങ്ങളുടെ നാട്ടിൽ പള്ളത്ത് അമ്പലത്തിൽ വന്നിട്ട് ഹൈദരാലിക്ക് മാധവൻ ചേട്ടനെ വേണ്ടി പാടിക്കുക. അതെയോ? അത് അന്ന് ഞാനില്ല ഒന്നും. അത് ഇല്ല, ഞാൻ 70 ആദ്യം ഞാനത്തെ ചെറിയ കുട്ടിയായിരിക്കും സംഭവിച്ച ഓർമ്മയാണ്. 70 ആ സമയത്തൊക്കെ ഈ സ്വതവേ അയാളുടെ കത്തി നിൽക്കണ കാലമാണ്. അല്ല, നല്ലോണം പ്രവർത്തിച്ചിരുന്ന കാലമാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഇങ്ങനെ പള്ളത്തുണ്ടായി എന്നുള്ളത് വെള്ളം ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ അത്. അയാളെ അങ്ങനെ നാട്ടുകാർക്ക് എതിർപ്പാണെങ്കിൽ എങ്ങനെയാ കേൾക്കുക കൃഷ്ണനാരാശാൻ ചോദിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നത്. പറഞ്ഞല്ലോ, ഗോപിയാശാന്റെ കൂടെ ഏറ്റവും കൂടുതൽ ദമയന്തിയായിട്ട് അവതരിച്ചിരിക്കുന്നത് കോട്ടക്കൽ ശിവരാമൻ തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ്? അങ്ങനെയല്ല, ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. അതായത് ഞങ്ങൾ മുൻകൂട്ടി അണിയറയിലിരുന്നിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞങ്ങൾ വർത്തമാനം പറയണ സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ സ്വന്തമായിട്ടിരുന്നിട്ടിരിക്കണ സമയത്തോ ഇതിനെ സംബന്ധിച്ച് യാതൊന്നും സംസാരിക്കാറില്ല. ഇതൊന്നും സംസാരിക്കാതെ അരങ്ങത്ത് വന്നാൽ ഞങ്ങൾക്ക് അന്യോന്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാൻ എന്താണോ ചെയ്യണത് അത് ആ ശിവരാമനും അറിയാം, ശിവരാമൻ എന്താണോ ചെയ്യണത് എനിക്കും അറിയാം. അതായത് ആ മാനസികമായിട്ട് അടുപ്പം നടത്തണം അതിൻ്റെ കാര്യം. മനസ്സുകൊണ്ട് അത്രയ്ക്കും ഒരു അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഈ വേർതിരിച്ച് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കേണ്ട ആവശ്യം വരാത്തതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അരങ്ങത്തേക്ക് പോകുമ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ ആരെ കൂട്ടുകെട്ടുള്ള വെച്ചാൽ അവർ ചോദിക്കും എന്താണെന്ന് ചെയ്യാൻ പോണത് എന്ന് അരങ്ങത്ത്. സ്വതവേ എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് ശിവരാമനെ സംബന്ധിച്ചത് പോണതിന് മുമ്പ് ഇന്നത് കാണിക്കുക എന്നുള്ളത് തീരുമാനിക്കാറില്ല. അത് കളരിയിൽ ചൊല്ലി അടുപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ള ചില ആട്ടങ്ങളുണ്ട്. ആട്ടങ്ങൾ പറയുക അതിന്. അതായത് ആ കളരിയിൽ പഠിപ്പിച്ചിട്ടുള്ളത് മറക്കില്ല, അല്ലെങ്കിൽ മാറ്റമില്ല. അത് ചെയ്യാം. അത് ഈ കോട്ടയം കഥകളിലാണ് അത് കൂടുതൽ വരിക. കോട്ടയം കഥകൾ പറഞ്ഞാൽ ഭഗവതം, ഗംഭീരവധം, കല്യാണോദികം, കാലകേയോധം, ഇങ്ങനെ 2-4 കഥയ്ക്കാണ് കൂടുതൽ ആട്ടങ്ങളുള്ളതും ആട്ടങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും.
അത് മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതതല്ല. ഇതിപ്പോൾ ഈ നളയരുതായാലും വേണ്ടില്ല, കർണദേവതായാലും വേണ്ടില്ല, രുക്മായരുതായാലും വേണ്ടില്ല, അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടല്ലോ. അത് രംഗത്ത് ചെന്നിട്ട് നമുക്ക് ചിലതൊക്കെ തോന്നും. ഇന്നത് അതായത് ഈ മനോധർമ്മം എന്ന് പറയുന്നത് ആ കാര്യങ്ങൾക്കാണ്. ആ എന്നതാണ് തോന്നും, ആ തോന്നുന്നത് തന്നെ കാണിക്കുക. ആ കാണിക്കണതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ കൂട്ടുവേഷക്കാർ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഇപ്പോൾ ഈ കൂട്ടുവേഷക്കാരൻ ചോദിക്കുന്നത്. ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുത്തതിൻ്റെ വിപരീതം ആടിക്കഴിഞ്ഞാൽ അപ്പോൾ അവരെന്ത് വിചാരിക്കും, മനഃപൂർവ്വം ചതിക്കുക വിചാരിക്കും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, അരങ്ങത്ത് വെച്ച് നമുക്ക് ഒന്നിച്ച് പോവാം എന്നേ പറയാറുള്ളൂ ഞാൻ. അതായത് മറ്റേത് പറഞ്ഞു കൊടുത്തതാവില്ല, ചിലപ്പോൾ അവിടെ വെച്ച് ചിലപ്പോൾ വരല്ലേ. അങ്ങനൊരു ബുദ്ധിമുട്ട് നല്ലതുണ്ട് എനിക്ക്. അപ്പോൾ മനസ്സിൽ അപ്പോൾ തോന്നും ചിലതൊക്കെ, അതൊക്കെ കാണിക്കുക. അങ്ങനെ അനാവശ്യമായിട്ടുള്ള തോന്നലല്ല, ആവശ്യമായിട്ടുള്ള തന്നെ, ഔചിത്യമായിട്ടുള്ള തന്നെ. അനൗചിത്യമായിട്ട് നമുക്ക് ഒന്നും അല്ല തോന്നാറുമില്ല. ഈ കോട്ടയം കഥകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ 96 വരെ, ഏതാണ്ട് 96 വരെ ഈ പറഞ്ഞ പോലെ ജനപ്രിയ കഥകളായിരുന്നു കേരളത്തിൽ കൂടുതൽ. 96 കാർൽ മണ്ണയിൽ വെച്ചുണ്ടായ ഒരു സെമിനാർ കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും പിന്നെ ഈ ചിട്ടപ്രകാരമുള്ള കഥകളിലേക്കും ഒക്കെ മാറും. അങ്ങ് അതിനു മുൻപ് ആ സമയത്ത് 25 കൊല്ലത്തോളം അങ്ങ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു മലയാളത്തിലെ കഥകളി രംഗത്തെ ഈ ജനപ്രിയ കഥകൾ. പിന്നീട് സൂത്രഹാരണത്തിൽ അർജുനൻ പോലെ ചിട്ടപ്പെടുത്തിയ കല്ലിക്കോടൻ സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയ ഇതിലും വന്നപ്പോഴും അങ്ങ് സൂപ്പർ സ്റ്റാർ തന്നെയായി. ഇതെങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല? അല്ല, അതാ പറഞ്ഞത്. അത് ഇപ്പോൾ ഈ കോട്ടയം കഥകൾ ചൊല്ലിയാടി ഉറപ്പിക്കണതാണ്. അതായത് ചൊല്ലിയാടിയിട്ട് പറഞ്ഞ ചിട്ടപ്രകാരമുള്ള കഥകളാണ്. ചിട്ടപ്രകാരമുള്ള ചൊല്ലിയാട്ടവും ചിട്ടപ്രകാരമുള്ള കഥകളും അത് കളരി ചിട്ട തന്നെയാണത്. അതിനെ അങ്ങേറ്റവും നിഷ്കർഷയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ബാധ്യത നടനാരായാലും നടന് നിർബന്ധമാണത്. അങ്ങനെ ചെയ്യാവൂ എന്നുള്ളത്. അതിൽ നമ്മൾക്ക് പുതുമ വരുത്തിയില്ലെങ്കിലും വേണ്ടില്ല, ആ പഴയത് കളരിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ശ്രമം. ആ സാധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത്. മറ്റൊന്ന് അത് അല്ല. മറ്റൊന്ന് ഈ ചിട്ടപ്രകാരം അല്ലാത്തതിനെ നമ്മൾ ചിട്ടപ്രകാരമാക്കി ഉണ്ടാക്കുക. നമ്മൾ ചിട്ടപ്രകാരമാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ആരോഗ്യം ഉണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞ ഛായയിൽ നമ്മൾ ഈ പുതുമകൾ ആട്ടപ്രകാരം കഥ കോട്ടയം കഥകളെ പോലുള്ള ആട്ടപ്രകാര കഥകളല്ലാത്ത കഥകൾ കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സുകൊണ്ട് ഒരു വിലയിരുത്തി കഴിഞ്ഞിട്ട് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ വിചാരിച്ചത് മനസ്സിൽ വരും. നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. വിചാരിച്ചത് മനസ്സിൽ വരും. ആ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങേറ്റം വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നിടത്തോളം വലുതാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാന ഘടകം ഒരു നടനെ സംബന്ധിച്ച് വേണ്ടതുമാണ്. അറിയല്ലോ. ചിട്ടപ്പെടുത്തുന്ന അങ്ങ് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ തന്നെ കളരിയിൽ ആശാൻ പോയി കഴിഞ്ഞാലും അങ്ങ് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് ചിട്ട ഉറപ്പിക്കുമായിരുന്നു എന്ന് കേട്ടു. അതല്ല, അത് സ്വന്തമായിട്ട് ഇരുന്നിട്ടാ. അതെ, ആശാൻ പോയി കഴിഞ്ഞു. അത് എന്താ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടി കിട്ടുന്നത് കൂടാതിരിക്കാനാ. അപ്പോൾ ഈ രൗദ്രഭീമൻ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലെ വ്യാപാരം എങ്ങനെയാണ്? അതിനിടയ്ക്ക് കഥാപാത്രങ്ങൾ മാറി കലാമണ്ഡലം ഗോപിയും വരാറുണ്ടോ? അതോ കഥാപാത്രമായി തന്നെ? കലാമണ്ഡലം ഗോപിയോ എന്നാൽ രൗദ്രഭീമൻ്റെ ഛായ ഇല്ലാണ്ടേ ആവും. അത് അല്ല, അല്ല, കലാമണ്ഡലം ഗോപി എന്ന് പറഞ്ഞിട്ട് നമ്മൾ രൗദ്രഭീമൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഗോപി ആയിക്കോളും. പക്ഷേ അത് ഒരു കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേരെന്നെ രൗദ്രഭീമൻ എന്നാണ്. എനിക്ക് തോന്നി കുട്ടിക്കാലം മുതലൊക്കെ ദേഷ്യം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടുള്ള കാര്യം. അപ്പോൾ ഈ ദേഷ്യം ഉള്ള കഥാപാത്രമായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം വന്നോളും. പിന്നെ മാത്രമല്ല നമ്മൾ ഞാൻ നേരത്തെ പുരാണത്തിൻ്റെ കാര്യം വന്നില്ലേ, പുരാണത്തിലിപ്പോൾ ഈ രൗദ്രഭീമൻ ഉണ്ടാവണത് പാണ്ഡവന്മാരുടെ അന്യോന്യമുള്ള പാണ്ഡവന്മാരും ദുര്യോധനാദികളും തമ്മിലുള്ള യുദ്ധമാണല്ലോ. യുദ്ധത്തിൽ വരുമ്പോൾ നമ്മളുടെ വിചാരം മുഴുവൻ പോകുന്നതാണ്. അപ്പോൾ
ദുശാസനെ കണ്ടാൽ കടിച്ച് കീറി കൊല്ലാനുള്ള ഇതുണ്ടല്ലോ. അത് അപ്പോൾ എന്തിനാ വെച്ചാൽ അതന്നെയാണ് വിചാരം പറഞ്ഞത്. ഇപ്പോൾ നമുക്കിപ്പോൾ അല്ല പണ്ടത്തെ കാലത്തേക്ക് പണ്ടത്തെ പണ്ടത്തെ പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തില്ലെങ്കിലും വേണ്ടില്ല, പുരാണമല്ലാത്ത ഇപ്പോഴത്തെ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്താൽ തന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയുകയും ചെയ്യാമല്ലോ. അതൊക്കെ അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ മാനസികമായിട്ടുള്ള സഞ്ചാരം ആ വഴിക്ക് വരും എന്നർത്ഥം. അതായത് ദുശാസനെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഭീമൻ്റെ 2-3 കാര്യങ്ങളാണല്ലോ. ഒന്നാമത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, അത് മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നിയിട്ട് അതങ്ങോട്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വരണു നടത്തുള്ളൂ. ആ സമയത്ത് അല്ല ഗോപിയായിട്ട് പറയാൻ പറ്റില്ല, തീർച്ച. ഗോപി എന്നുള്ള ഞാൻ ഗോപിയാണ് എന്ന് വിചാരിച്ചാൽ എൻ്റെ പ്രവൃത്തിയും ഗോപിയാണ് എന്നാവും പിന്നത്തെ ബാക്കിയുള്ള കാര്യം. വേഷം കെട്ടുമ്പോൾ അവർക്ക് ഉണ്ടാവും. പക്ഷെ വേഷം കിട്ടുമ്പോൾ വേഷം കിട്ടുമ്പോൾ അവർക്ക് മനസ്സിൽ തന്നെയാവും വിചാരം. അരങ്ങത്ത് ചെയ്യുന്ന ആൾക്ക് എന്താ ചെയ്യേണ്ടത്, അരങ്ങത്ത് ചെയ്താൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരം ഉണ്ടാവും. അതിപ്പോൾ ഈ ചുട്ടിക്ക് കിടക്കുമല്ലോ. അതെ, ആ സമയത്ത് അതൊക്കെ വിചാരം ഉണ്ടാവും. അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങുന്ന ആൾക്കാരുമുണ്ട്. ഞാനും ഉറങ്ങുന്ന ഇടയ്ക്ക്. അതെ, ബാക്കിയുള്ള സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ വിചാരം തന്നെയാവും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി വരികയും ചെയ്യും. അത് സ്വാഭാവികമായിട്ട് വരും. ഈ പല ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കഥകളി ആർട്ടിസ്റ്റ് അത് വേഷം ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതിപ്പോൾ അസുഖം ഉണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ വേറെ ഉണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു എനർജി കിട്ടുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഉണ്ട്, വാസ്തവമാണ്. അതായത് നമ്മൾ എന്തോന്ന് വെച്ചില്ല, അല്ല എന്നെ സംബന്ധിച്ച് മാത്രം ഞാൻ ഈ പറയുന്നത് കേട്ടോ. എനിക്ക് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ആ കിരീടം വെച്ച് കഴിഞ്ഞാൽ, അതായത് തലയിൽ കിരീടം വെച്ചാൽ ഞങ്ങളുടെ കിരീടം ഉണ്ടല്ലോ, കിരീടവും മുടിയോ എന്താ വെച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനൊരു ഒരു ഒരു ഉന്മേഷം കൂടി വരികയാണ്. അത് പതിവാണത്. ശരിയാ, വളരെ ശരിയാ. സാറ് ചോദിച്ചത് ശരിയാണ്. അതല്ല എല്ലാവർക്കും ഉണ്ടത്. പക്ഷേ എല്ലാവരെയും മനസ്സിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വെച്ചാൽ ഞാൻ എൻ്റെ മാത്രം പറഞ്ഞത്. അതെ, മനസ്സിൻ്റെ പവറാണ്. മനസ്സിൻ്റെ പവർ തന്നെയാണ്. ഗുരുവായൂർ ഒരു രംഗം മാത്രം. ഈ ഒരു പ്രായത്തിലും നോക്കിയിരുന്നു പോകുന്ന ആ ഒരു എങ്ങനെയാണ് പറ്റുന്നു? അല്ല, അങ്ങനെ മനസ്സിലെപ്പോഴും തന്നെയാണ് കിടക്കണതേ. മനസ്സിൽ അത് ഈ വേർപാടിനെ സംബന്ധിച്ചും ആ വേർപെട്ട് കഴിഞ്ഞിട്ട് അവൾ ആ പദം അതാണ് കിടക്കണതേ, മറിമാൻ കണി എന്നുള്ള. അതെ, അപ്പോൾ അവൾ ഈ സുദേവൻ വന്നിട്ട് ഋതുവർണ്ണനോട് പറയലും ഇതൊക്കെയാണ് വിചാരം പറഞ്ഞത്. ഈ വിചാരം ഇങ്ങനെ സംഭവിക്കുമോ, അവളിങ്ങനെ ചെയ്യുമോ? അപ്പോൾ ഒന്നാലും വേണ്ട, ഞാൻ അവളെ ഇങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയതാണല്ലോ പണ്ട്. അത് കാരണം അവൾക്ക് പറയാൻ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ട് പറയണതാണോ, അങ്ങനത്തെ ചിന്തകളാണ് മനസ്സിൽ കിടന്ന് കളിക്കണതേ. അപ്പോൾ ആ വിചാരം മുഴുവൻ ആ മനസ്സിൽ കിടന്ന് കളിക്കണത് ഞാൻ ഒന്നുകൂടി എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചെന്നോ അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പ്രവൃത്തിയിൽ നമുക്ക് മറ്റുള്ളവർ ചെയ്യണതിനെ കാഴ്ചപ്പാടിൽ കൂടെ കാണുകയാണ് മനസ്സിന്. അതായത് കഥാപാത്രത്തിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ പറയാൻ കാരണം നമ്മൾ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കാര്യം. കർണശബ്ദത്തിലെ കർണന്റെ വൈകാരികമായിട്ടുള്ള മാനസിക വിക്ഷോഭമൊക്കെ ഭയങ്കരമായിട്ട് അവതരിപ്പിച്ച് ONV പോലെയുള്ള പ്രശസ്തരൊക്കെ അതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്കത് ആലോചിച്ചാൽ തന്നെ അറിയാം. കർണനെ സംബന്ധിച്ച് ഒരമ്മ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു ലേശം മുലയും കൂടിയും കുടിക്കാൻ കൊടുക്കാതെ കുട്ടിയെ ഒഴുക്കി കളഞ്ഞ് പിന്നീട് അമ്മ മകനെ കാണുമ്പോൾ മകനും അമ്മയും കൂട്ട് എന്താ അതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം. മാത്രമല്ല വേറൊരു കാര്യം, എൻ്റെ അമ്മ കുട്ടിക്കാലത്തെ ഞാൻ മരിച്ചു കഴിഞ്ഞു, മനസ്സിലായില്ലേ?
അപ്പോൾ അമ്മയില്ലാത്തതിൻ്റെ വിഷമം സ്വതവേ മനസ്സിലുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നമുക്ക് ഇതങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര കണ്ട് മാനസിക വിഷമതകൾ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ അപ്പോൾ അതായിട്ട് ഇഴുകിച്ചേരുക, അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഇതിൻ്റെ കാര്യം നടത്തും. അപ്പോൾ ഈ കർണനെ സംബന്ധിച്ചും ഇപ്പോൾ കുന്തിയെ സംബന്ധിച്ചും കുന്തിയെ കണ്ടുമുട്ടുമ്പോൾ മാനസികമായിട്ട് ഒരു അടുപ്പം നല്ലോണം തോന്നും. പക്ഷേ എന്നാൽ ആ അടുപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത കാരണം കൊണ്ട് അധികം അടുത്തേക്ക് പോകണമില്ല. അത് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുമ്പോൾ അപ്പോൾ എന്നാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് സ്വയം തന്നെ അത് വന്നുകൊണ്ടിരിക്കും. അതായത് എന്തുകൊണ്ട് എന്നെ കുട്ടിക്കാലത്ത് വിട്ടു പറഞ്ഞയച്ചു, അപ്പോൾ അമ്മയ്ക്കൊന്നും പറയാനില്ലാണ്ടാവും. അല്ല അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ശിവരാമൻ്റെയാണ് കൂടുതൽ കുന്തി ഞാൻ എൻ്റെ കർണനുമായിട്ട് ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞു കൂടുതലേ ശിവരാമനായിട്ട് കൂടുതലുണ്ടായിട്ടുള്ളത് മാത്രം, അതേ ഉള്ളൂ. സാഹിത്യം കുറവാണ്, സംഗീതമാണ് കൂടുതൽ. അത് ന്യായം തന്നെയാണ്, അത് പറഞ്ഞത് ശരിയാ. സാഹിത്യം വളരെ കുറവാണ്. അദ്ദേഹം അത് സ്വതവേ മാരി സാഹിത്യം അത് വേണ്ട എന്ന് വിചാരിച്ചിരുന്നേ. സാഹിത്യം അതായത് സാധാരണ കഥകളിക്ക് നല്ലോണം സാഹിത്യം ഉണ്ടല്ലോ, അങ്ങനത്തെ അല്ലാത്തൊന്ന് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തതിൻ്റെ ഉദ്ദേശം. അത് ആ കഥ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെ സംഗീതത്തിനെ സംബന്ധിച്ച് നല്ലോണം ഗ്രഹിതമുള്ള മനുഷ്യനാണ്. അപ്പോൾ അത് സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റുന്ന ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടിയിട്ടുള്ളത്, അത് റിഹേഴ്സലിനൊക്കെ കൂടിയിട്ട് കിട്ടിയത്. അപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗീതത്തിനെ സംബന്ധിച്ച് അതായത് അയ്യാരി പാടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് അങ്ങേറ്റവും ഒരു മാനസികമായിട്ട് സാധാരണക്കാർക്ക് നല്ലോണം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് മാത്രമല്ല വേഗം ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് ഈ കർണശബ്ദം ശരിക്ക് അഭിനയിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പലരും കരഞ്ഞിട്ടുമുണ്ട്, കരയാറുമുണ്ട്. അത് എന്താ കാരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥയെ സംബന്ധിച്ച് അറിയുന്ന കാരണം കൊണ്ടാണത്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആസ്വാദകരുടെ മാനസികമായിട്ട് ഈ പരിവർത്തനം വരുന്നത്. ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു കഥാപാത്രം, അതായത് മനസ്സിൽ ഏറ്റവും ഇതുള്ള കഥാപാത്രം, ഏറ്റവും അല്ല എനിക്ക് കഥാപാത്രം കൂടുതൽ മനസ്സിൽ തട്ടിയുള്ള നളയരുതങ്ങളാണ്. നളനും ബാഹുവിനും കൊണ്ടല്ലോ നളയരുതങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ദിവസം നളനും. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നളനെ സംബന്ധിച്ചുള്ളത്. 1-ാം ദിവസത്തിൽ പ്രേമത്തിൻ്റെ ഇതായിട്ട് മാറും. 2-ാം ദിവസത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഹണിമൂണോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുതുതായിട്ട് പറയുന്നത് അവർ അങ്ങനെ നടന്നിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കലിദ്വാപരന്മാർ വന്നിട്ട് കലി കയറിയിട്ട് പോണത്. അങ്ങനെ അത് അതിൻ്റേതായുള്ള ദുഃഖം ഈ 1-ാം ദിവസത്തെ ഈ പ്രേമത്തിനെ സംബന്ധിച്ചുള്ള വിചാരങ്ങൾ. 2-ാം ദിവസത്തിന് വരുന്നത് ശൃംഗാരമാണ്, പകുതി വരെ ശൃംഗാരമാണ് കൂടുതൽ വരുന്നത്. അവിടുന്ന് അങ്ങനെയാണ് പിന്നെ ദുഃഖമായിട്ട് വരുന്നത്. അവിടുന്ന് അങ്ങനെ ദുഃഖമായിട്ട് വന്നു. 3-ാം ദിവസത്തിലാണെങ്കിൽ ഈ സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലലയുക, അത് കഴിഞ്ഞിട്ട് മറ്റൊരു രാജാവിൻ്റെ കീഴിൽ താമസിക്കുക, അതിൻ്റെ മാനസിക വിഷമം, സ്വന്തം പ്രിയതമയെ കാണാത്തതിൻ്റെ വിഷമം. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 4-ാം ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴും ഇപ്പോൾ ഈ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞു, പക്ഷേ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് ഋതുപർണൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണനാണ് വന്ന് പറഞ്ഞത്, സുദേവൻ വന്ന് പറഞ്ഞത്, അതായത് ഇങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഇന്നോ നാളെയോ എന്നൊക്കെ പറഞ്ഞ് പിരി കൂട്ടുന്നത്, ഋതുപർണനോട് പിരി കൂട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഭാവകന് ഭാവകൻ എന്ന് പറഞ്ഞാൽ നളൻ കേട്ടപ്പോൾ മാനസികമായിട്ട് കളന് ഒരു അതുണ്ടാവുമല്ലോ. നമ്മളുടെ ഭാര്യ ഒരു തെറ്റും ചെയ്യാത്ത ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിചാരം വന്നുകൊണ്ട് അതിൻ്റെ സങ്കടം അങ്ങനെ ആ സങ്കടം ഇപ്പോൾ ഈ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തീരുന്നില്ല. അപ്പോഴാണ് വായു ഭഗവാൻ അവിടുന്ന് പറയണത്, അതായത് എൻ്റെ ഭാര്യ ഒട്ടും ദോഷം ചെയ്തിട്ടില്ല, ചെയ്യാൻ തുടങ്ങിയിട്ടുമില്ല, അത് കാരണം സ്വീകരിച്ചാലെന്ന് പറയണത്. അതായത് വായു ഭഗവാൻ പറയണത് കേട്ടപ്പോൾ
മനസ്സിലത്തെ ശങ്ക മുഴുവൻ പോയി, സന്തോഷമായി. മറ്റേതിപ്പോൾ ഇങ്ങനെ കേട്ടു, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ വയ്യാതിരിക്കാൻ വയ്യല്ലോ. എന്നുവെച്ചാൽ ബ്രാഹ്മണന്മാരെ അത്രയ്ക്കും ആദരിക്കുന്ന വ്യക്തികളാണല്ലോ അന്നും ഇന്നത്തെ തരത്തിലായിരുന്നു അന്ന്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ വിശ്വസിച്ചു. ആ വിശ്വസിച്ചിൽ കുറച്ച് സങ്കടം സംഭവിക്കേണ്ടി വന്നു. ഏതായാലും അതൊന്നൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ വായു ഭഗവാന്റെ അശരീരി കേട്ടപ്പോൾ മാനസികമായിട്ട് ഈ കഥകളി മാത്രമല്ല, ഇപ്പൊ ഭാരതീയ കലകൾക്കൊക്കെ ഒരു ആസ്വാദകർ കുറഞ്ഞുകൊണ്ട് വരുന്ന എവിടെ ആസ്വാദകർ കുറയുന്നുണ്ട്. ഭാരതീയ കലാരൂപങ്ങൾക്കൊക്കെ ഭരതനാട്യത്തിനാണെങ്കിലും കുച്ചിപ്പുടിക്കാണെങ്കിലും കഥക്കിനാണെങ്കിലും അതിന് ഒരു കാരണം പറയുന്നത് ഇതിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാർ കുറഞ്ഞു വരാണ്. ഇല്ല, കുറവാണ്. ഇത് ഈ ആർട്ട് ഫോംസ് ഒക്കെ ഒരു എലീറ്റ് ഫോമായിട്ട് നിൽക്കുന്നത് ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അത് കാരണമാണ് ആസ്വാദകർ കുറയുന്നത്. അതെന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യമാണ്. കഥകളിയെ സംബന്ധിച്ച് ഞാൻ പറയാം. അല്ല, മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, കഴിവില്ല എന്ന് തന്നെ പറയാം. കഥകളിയെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഒന്നും കൂടിയും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു കളി നടത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വിവരണം കൊടുക്കുക. വിവരണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ട് ഭാഗത്തും ഈ തിരശ്ശീല മാതിരി ഉണ്ടാക്കിയിട്ട്, വെച്ചാൽ കർട്ടൻ എന്താ അതിന് പറയുക, ഈ സിനിമയിലൊക്കെ ഉള്ള മാതിരി, അത് രണ്ട് ഭാഗത്തും വെച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ അതിൻ്റെ വിവരണം കൊടുക്കുക. ഇപ്പോൾ അങ്ങനെയൊക്കെ പുതുതായിട്ട് പലതും കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കഥകളിയെ സംബന്ധിച്ച് ആസ്വദിക്കാൻ. ഇപ്പോൾ അങ്ങനെ പലരും ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഇപ്പോൾ ആസ്വാദകർ കുറേ അധികം ആയിട്ടുണ്ട്, നല്ലോണം ആസ്വദിക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ് കാരണം കൊണ്ട് നമ്മളുടെ കലാലയത്തിൽ പഠിച്ചു പോയുള്ള ആൾക്കാരൊക്കെ രാജീവ്, അപ്പോൾ അത് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച്, കഥകളിയെ സംബന്ധിച്ച് ഇങ്ങനെയൊന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്യണ മാതിരി അത്രയ്ക്കും വിശദമായിട്ട് പറ്റില്ല, കഥകളി നടത്തുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ മാതിരി നടത്തണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം തന്നെ കഥാവിവരണം പറഞ്ഞു കൊടുക്കുമ്പോൾ വിശദമായിട്ടൊന്ന് സൂചിപ്പിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആസ്വാദകരുണ്ടാവും. അങ്ങനെ നമുക്ക് ഇപ്പോൾ കഥകളിയെ സംബന്ധിച്ച് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കഥകളി കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ആംഗിക ഭാഷ എന്താണ് എന്നുള്ളത് പറയാൻ പറ്റും. അത് കഥകിനെ സംബന്ധിച്ചും ഒഡീസിയെ സംബന്ധിച്ചും മറ്റുള്ള ഡാൻസുകളെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ ആൾക്കാർ ധാരാളമുണ്ടല്ലോ. ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. ആൾക്കാർ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഥക്കും ഒഡീസിയൊക്കെ. പക്ഷേ അതിൻ്റെ അത് മനസ്സിലാക്കാൻ പുതിയതായിട്ട് വല്ല വഴിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ചുമതല അത് അവർക്ക് വിട്ടുകൊടുക്കുക. അല്ലോ, നമുക്കിപ്പോൾ ഈ കഥകളിയെ സംബന്ധിച്ചത് അങ്ങനെ ചിലത്, അതായത് നല്ലോണം, അതായത് എങ്ങനെയൊക്കെയാണ് സാധിക്കുക എന്നുള്ളത് കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. ഒരാൾ മാത്രം തീരുമാനിക്കേണ്ടതുമല്ല. കൂടുതൽ ഞാൻ ഇത് അനൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അതായത് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് എങ്ങനെ ഇതിനെ സംബന്ധിച്ചൊന്ന് വിപുലീകരിക്കണം. പിന്നെ അതേമാതിരി തന്നെ ഇത് കഥകളിക്ക് വേറൊരു കാര്യമുള്ളത്, കഥകളി ഒരു സ്റ്റേജ് മാനേജർ ആവശ്യമാണ്. സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു കഥ കളിക്കുമ്പോൾ ആ കഥ ഇന്ന സമയത്ത് കഴിയും പറഞ്ഞാൽ ആ സമയത്ത് കഴിയണം. മാത്രമല്ല ഈ നമ്മളുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഇപ്പോൾ ഏതായാലും നിലവിളക്ക് മാത്രമല്ലല്ലോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് അതുമാതിരി തന്നെ സൗണ്ട് അറേഞ്ച്മെൻറ്റ്സ്, ഇതിനൊക്കെ ഒരു സ്റ്റേജ് മാനേജർ, അതിന് മാനേജർ എന്നല്ല എന്തായാലും പറയാൻ വെച്ചാൽ അവർ അങ്ങനത്തെ ആൾക്കാരും ആവശ്യമാണ്, ഒരാളാവശ്യമാണ്. മറ്റേത് ഇതിലിപ്പോൾ അതൊന്നും ഇതിനില്ലാത്ത, കഥകളിക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് പല വിഷമങ്ങളും അക്കാര്യത്തിലുണ്ട്. എന്താ വെച്ചാൽ ചെന്നാൽ മൈക്ക് എവിടെ, അതേമാതിരി തന്നെ അങ്ങനെ ഓരോന്നോരോന്ന് അന്വേഷിച്ചുകൊണ്ട് ഉണ്ടാക്കണം നടത്തും.
അപ്പോൾ ആ കോട്ടം തീരാൻ ഒരു മാനേജർ ആവശ്യമാണെന്ന് പറയേണ്ട കാര്യം അതൊന്നുമല്ല. മറ്റു അല്ല അങ്ങനെ പലതും പുതുതായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവത്തക്കവണ്ണം പലതും കൊണ്ടുവരേണ്ട ചുമതല ഉണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയ്താലാണ് അത് കൂടുതലും പ്രാബല്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറേയും കൂടിയും കൂടുതൽ ആസ്വാദകർ ഉണ്ടാവും. ആ കാര്യം ഉറപ്പാണ്. എന്താ പറയുന്നത്? ഈ നാടകത്തിനൊക്കെ പോലെ സ്പോട്ട് ലൈറ്റ് ഒക്കെ അടിക്കുന്ന കഥകളി പറ്റില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതായത് പറഞ്ഞ ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ നിശ്ചയമുള്ള ഒരാൾ ഉണ്ടാവണം കൂടെ, എന്നാലേ ഇപ്പോൾ അത് പറ്റുള്ളൂ. ഇപ്പോൾ നാടകത്തിന് തന്നെ ഈ സ്പോട്ട് ലൈറ്റൊന്നും അവർ എല്ലാറ്റിലും ഉപയോഗിക്കുന്നില്ല, ചിലപ്പോഴേ ഉപയോഗിക്കുള്ളൂ. മറ്റതൊക്കെ അതിൽ പാകത്തിന് കൊടുക്കാനും ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. സൗണ്ട് ഇല്ലേ? ആ ഒരു ഘട്ടത്തിൽ ആശാൻ ചില ദൗർബല്യങ്ങളിൽ പെട്ടുപോയി. പക്ഷെ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ആശാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. എന്നിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുക. ഒരു ഘട്ടത്തിൽ ആശാനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആശാൻ ആ മാറ്റം ഭയങ്കര, അതെങ്ങനെയാണ് സാധിച്ചത്? മനസ്സിൻ്റെ ഒരു കരുത്തെന്നോ അല്ലെങ്കിൽ ഇത് ഞാൻ മോശമായിട്ട് എത്ര ഇപ്പോൾ 23 വർഷമായിട്ട് ആ മോശമായിട്ടുള്ള ഇതൊക്കെ വിട്ടു നിൽക്കുന്ന ആളാണ്. അതുവരെ മോശം തന്നെയായിരുന്നു. മോശമായിട്ടുള്ള പ്രവൃത്തിയിൽ മോശം ഞാൻ കാണിച്ചിട്ടില്ല. പ്രവൃത്തിയിൽ മറ്റത് ശരിയായിരുന്നു തന്നെ. അതിൽ ഈ 2002 തോന്നുന്നു 2001 അമൃതയിൽ പോയിട്ട് ചികിത്സയ്ക്ക് കിടന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ ചോദിച്ചു. ഉണ്ട്, മദ്യപിക്കാറുണ്ട്. എപ്പോഴൊക്കെയാ ചോദിച്ചു. ഉറങ്ങണ സമയത്തില്ല. പുക വലിക്കുമോ? പുക വലിക്കും. ഏതാ, സിഗരറ്റോ ബീഡിയോ? എന്താ? രണ്ടും ഉണ്ട്. മുറുക്കും. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യണം, ഇനി നമുക്ക് അതൊന്ന് ഒഴിവാക്കണമല്ലോ എന്നു കഴിയുന്നതും ശ്രമിക്കാം. ഞാനിപ്പോൾ ഉറപ്പ് പറയാൻ വയ്യ. എന്നാൽ ഒഴിവാക്കി തന്നെ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ ഉൾക്കൊണ്ടു മനസ്സിൽ. അതായത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഡോക്ടർ പറയുന്നതായി. അപ്പോൾ ഇതിൽ നേരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എന്നാണത്. അപ്പോൾ കാര്യം ഇനി എന്താണ് നിർത്തുക. അപ്പോൾ ഭാര്യ കൂടെ ഉണ്ട്. അവൾ ശ്രമിച്ചാലും നിന്നിരുന്നില്ല. പക്ഷേ അന്ന് മുതൽക്ക് മനസ്സിലാണ്ട് ഉറപ്പിച്ചു ഇനി ഇല്ലയെന്ന്. അന്ന് മുതൽക്ക് ഈ വിഷയം പറഞ്ഞത് മുഴുവനെയാണ് നിർത്തി. പിന്നെ ഇന്ന് വരെ തൊട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ പലയിടത്തും ഇങ്ങനെ ചില ആരാധകരുണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. കാര്യമാസം അതിന് നമുക്കത് തടുത്ത് നിൽക്കാൻ പക്ഷേ അഡിക്റ്റായി തന്നെ ശരിക്കും പറയാം. അതായിട്ട് കുറച്ച് അഡിക്റ്റായി. അത് കാരണം കൊണ്ടാണല്ലോ ഇപ്പോൾ വിളിച്ചാൽ ചെല്ലണത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാര്യമാസം തന്നെയാണത്. അതിപ്പോൾ തുറന്ന് പറയാൻ എനിക്ക് മടിയില്ല. പക്ഷേ രംഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് ഇത് കഴിച്ചിട്ട് ഒരു അപകടം വന്നു എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ല. കളിക്ക് പോവാതിരുന്നിട്ടുണ്ട്, അതുണ്ടായിട്ടുണ്ട്. അത് കൊല്ലത്തന്നെ ഒരു പരിപാടിക്ക് പോകേണ്ടത് കോട്ടയത്ത് വെച്ചിട്ട് കിടന്നു. പുറപ്പെട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കളി കഴിഞ്ഞിട്ട് അവിടെ കോട്ടയത്ത് തന്നെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം പോലുണ്ടായില്ല. ഓടുന്നില്ല എന്നർത്ഥം. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മദ്യപിച്ചു എന്ന് വിചാരിച്ചിട്ട് രംഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായുള്ള ഒന്നും ഇപ്പോൾ ചോദിച്ച അവസ്ഥയ്ക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇപ്പോൾ ഞാൻ എന്നാൽ എൻ്റെ കഥയിൽ പറയട്ടെ വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിരിക്കുകയല്ലോ ചെയ്തത്. എന്നോട് ചോദിച്ചെന്ന് പറയുന്നതല്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. അത് ചോദിച്ചാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? അല്ല, ആ തിരിച്ചുവരവ് വളരെ
അത് മനക്കരുത്തുകാരനാണ്. നല്ല മനക്കരുത്താണ്. അല്ല, മനക്കരുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ചെയ്യില്ല എന്നാൽ ഉറപ്പിച്ചു. അതായത് ഇനി ഞാൻ അക്കാര്യത്തിലേക്ക് ആര് വിളിച്ചാലും, എന്നിട്ടും ആൾക്കാരിങ്ങനെ എൻ്റെ ഇത് കുറച്ച് കൊല്ലം 1, 2, 3 കൊല്ലം എന്നാലും സ്വകാര്യമായിട്ടൊക്കെ ഉണ്ട് അല്ലേ, ചോദിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ആ ചോദിക്കണവരോട് ചോദിച്ചോട്ടെ, തീർച്ചയായും ചെയ്യാനും. പക്ഷേ ഞാൻ പതിവില്ലാതും പറയാറുണ്ട്. ഏകലോചനം കണ്ടാൽ ഏകലോചനമൊക്കെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അതല്ല, ഏകലോചനമായിട്ട് കാണിക്കാൻ പറ്റില്ല ഒന്നാമത്. അതായത് ഈ നമ്മൾ തിരുമേനിയെ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു. അതായത് ഈ ഒറ്റ കണ്ണ്, ഒരു കണ്ണ് ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ അതൊന്നും നമുക്ക് പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ കാണിക്കണ മാതിരിയിൽ കാണിക്കാതെ മാത്രം തന്നെയുള്ളൂ. അതിപ്പോൾ ഒന്നേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഏറ്റി ചുരുക്കലായികൾ പൊതുവേ ഏകലോചനം കൊണ്ട് കോപമോടുന്നതിൻ്റെയും ശോകമോട് അവരെണ്ണം നോക്കുന്നു പതിയേയും ഇതാണ് കാണിക്കലും. അതേപോലെ ഇത് ഏറ്റി ചുരുക്കി കാണിക്കും. ഇത്രയും ഞങ്ങൾ ഈ മറ്റത് ചെയ്യാൻ പറ്റില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല ആരെയും. നമുക്ക് പറ്റണത് മാതിരി ഇതേ ഉള്ളൂ. ഒരു തടം ഇളക്കിയിട്ട് കാണിക്കാൻ പറ്റും. അത് കോപം, ശോകം. ഇതും ശോകത്തിൽ പിന്നെ കണ്ണിന് വിലൊന്നും ഇല്ലാണ്ട് കാണിക്കുക, അപ്പോഴാണ് ശോകത്തിന് വരുന്നത്. അതാണ് അതിന് രണ്ടും കൂടിയുള്ള. അതിങ്ങനെ ഇപ്പോൾ ഈ കൂടുതൽ കാണിക്കുന്നത് ഏറ്റി ചുരുക്കി കാണിക്കുന്നത്. അതങ്ങനെ ഇപ്പോൾ കാണിച്ചു, അത് കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, അത് ഏറ്റി ചുരുക്കി കാണിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ആ പിന്നെ ഇപ്പോൾ ഈ ശൃംഗാരം ആണ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല വിധത്തിലാണ്. അപ്പോൾ അത് ഒന്ന് ഇത് ശൃംഗാരത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ശരിക്ക് അത് ഇപ്പോൾ കഥകളിയിൽ കാണിക്കുമ്പോൾ കാണിച്ച് കഴുത്തിളക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വട്ടത്തിൽ കൊണ്ടുവന്നിട്ട് കണ്ണ് അവിടെ കാണിക്കും. അതായത് അവളെ അനുസരിപ്പിച്ചു എന്നർത്ഥമാണ് അവളായിട്ട്. അല്ല, അങ്ങനെ ചില വ്യത്യാസങ്ങളാണ് അതുള്ളത്. ഇതിപ്പോൾ ദമയന്തിയെ പിടിച്ചിട്ട് ഉദ്യാനത്തിലേക്ക് പോവല്ലേ ചോദിച്ചതാ. ഇപ്പോൾ കാണിക്കുക വെച്ചാൽ ഇങ്ങനെ മുദ്ര കാണിക്കണം. ഇത് മുദ്ര ഇല്ലാണ്ട് കാണിക്കണതാണ് പുറത്തേക്ക്. അപ്പോൾ ചിലത് വാചിക അഭിനയം അല്ല ആംഗിക അഭിനയം ഇല്ലാണ്ട് അഭിനയം കൊണ്ട് മാത്രം കാണിക്കുന്നതുണ്ട് എന്ന് പറയാം. അങ്ങനെ ചിലതൊക്കെയുണ്ട്. അതിലൂടെ ഇപ്പോൾ ഏകലോചനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. അല്ല, പണ്ടത്തെ പോലെ ആരും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് തോട്ടം തിരുമേനി ചെയ്തിരുന്നു എന്ന് പറയണു. തോട്ടം പോറ്റി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളൂ. ഈ ബാഹുകൻ അച്ഛൻ തറയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബാഹുകന്റെ
ഇത് ആ മാനസിക ഇതുണ്ടല്ലോ, വിഷമവും ഇതൊക്കെ നേരത്തെ വിജയനേപത മഹതി എന്നുള്ള ഏതാ പറഞ്ഞു? ഈ ഇതല്ലേ ചേണി, മറുമാൻ വഴിയാ ആ പദ്ധതി. മറുമാൻ ചേണി. അത് മുദ്രയാണ് പ്രധാനം. മുദ്ര ശോകമാണ്. വിജനേപത മഹതി വിപിനേനി ഉണർന്ന് എന്തു കഥനെ വീണെന്തു ചെയ്യുക കഥനെ. അതിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അതായത് പാടുന്ന സമയത്ത് മുദ്രാണിക്കുന്നേ വേണ്ടൂ, അഭിനയിക്കും വേണം, ഇതിനേ വേണ്ടൂ. അത് പാട്ടുണ്ടെങ്കിലേ ശരിയാക്കുള്ളൂ.